മക്കളെ പോണ പാടാൻ അതുപോലെ തന്നെ മറ്റ് യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതുപോലെ തന്നെ കടകമ്പോളങ്ങളിൽ സാധനങ്ങൾ കൊള്ളുവാനായി പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സിയോൻ സംഘം യൂത്ത് മുമ്പിൽ നൽകുന്ന ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മുടെ യുവജന നിങ്ങൾക്കായി ഒരു ചില പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാൽ നമ്മുടെ കൊച്ചി ഗ്രാമവുമെല്ലാം ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുദേവന്റെ ആ പിറവി ആഘോഷിക്കുവാൻ വേണ്ടി സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്മസിനെ എതിരേൽക്കുവാൻ ജാതി മത വർഗവർണ്ണ രാജ്യങ്ങൾ അതിർത്തിയില്ലാതെ മനുഷ്യരെല്ലാം ഈ സകല ഭൂമിയിലുമുള്ള ലോകത്തിലുള്ള 5 വൻകരയും സകല മനുഷ്യരും ഒരേ ഒരു വ്യക്തിയുടെ ഒരേ ഒരു പുരുഷ വിശേഷത്തിന്റെ ആ ജന്മദിനം ആഘോഷിക്കുവാൻ ഒരുക്കം കൂട്ടുകയാണ്. അതിന്റെ ഭാഗമായി സ്റ്റാറുകൾ തൂക്കുന്നു, ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നു, സീരിയലുകൾ ഇടുന്നു, പുൽക്കൂടുകൾ ചമയിക്കുന്നു,
ഇങ്ങനെ നമ്മുടെ നാടെല്ലാം വർണ്ണശബലമായി വളരെ മനോഹരമായി മാറുകയാണ്. നമ്മുടെ തീന്മേശകൾ മനോഹരമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പൂരിതമാകുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ മനോഹരമാകുന്ന ലൈറ്റുകൾ കൊണ്ട് പ്രകാശപൂരിതമാവുകയാണ്. എന്തിനേറെ പറയുന്നു, നാം എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ ആ ക്രിസ്തുദേവന്റെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി വളരെ സജ്ജമായി കഴിഞ്ഞു. എന്നാൽ അതിനിടയിൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം, എന്താണ് ക്രിസ്മസ്, എന്തല്ല ക്രിസ്മസ്? നമുക്കറിയാം, ആ യേശു കർത്താവ് കന്യകാമറിയത്തിലൂടെ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവരെ വിദ്വാൻമാരെ യേശുവിന്റെ അടുക്കലേക്ക് അനയിക്കുവാൻ വേണ്ടി ഒരു നക്ഷത്രം കിഴക്ക് ഉദിക്കുവാനിടയായി തീർന്നു. ആ നക്ഷത്രം സഞ്ചരിച്ച് വിദ്വാൻമാർ ആ നക്ഷത്രം ഫോളോ ചെയ്ത് ആ യേശു കർത്താവിന്റെ അടുക്കലേക്ക് എത്തി. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ വീടുകളിലും നാടുകളിലും പള്ളികളിലുമെല്ലാം നക്ഷത്രം കിട്ടുന്നത്. ഞാൻ മാന്യ സഹോദരങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എവിടെയാണ് ആദ്യം നക്ഷത്രം കെട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എവിടെയാണ് ആദ്യം നക്ഷത്രം കെട്ടുന്നത്? നവംബറിലെ നക്ഷത്രം കെട്ടുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അത് മറ്റിടത്തുമല്ല, മദ്യ ഷോപ്പുകളിലാണ് ഏറ്റവും ആദ്യം നക്ഷത്രം കെട്ടുന്നത്. യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം വഴിതെറ്റിയില്ല, അത് നേരെ യേശുവിന്റെ അടുക്കലേക്ക് തന്നെ അവരെ കൊണ്ടെത്തിച്ചു. എന്നാൽ ഇപ്പോൾ പലരെയും വഴിതെറ്റിച്ച് ബിവറേജുകളുടെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ് ഇന്നാളുകളിലെ ക്രിസ്മസ്. എന്താണ് യഥാർത്ഥ ക്രിസ്മസ് എങ്കിൽ ഇവര് പറയുന്ന, ഇക്കൂട്ടര് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. യേശുവിനെ കാണാനെത്തിയ വിദ്വാൻമാര് യേശുവിനെ പൊന്നുമുറു കുന്തറിക്കം വെച്ചവരെ നമിച്ചുവെന്ന്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരും ചെയ്യുന്ന ഭാര്യയുടെയും മക്കളുടെയും കഴുത്തിലും കാതിലും ഒക്കെ ഉള്ള പൊന്നുകളും മറ്റെല്ലാ വിശേഷ സാധനങ്ങളും ഊരി അടുത്തുള്ള ഏതെങ്കിലും വിപണിയിൽ കൊണ്ട് വിറ്റ് അവിടെ മദ്യഷോപ്പിൽ കൊണ്ട് അടിയറ വയ്ക്കുകയല്ലേ ചെയ്യുന്നത്? വീട് നരകതുല്യമാകുന്നില്ലേ? മക്കൾ അനാഥരാകുന്നില്ലേ? കുത്തും കൊലപാതകവും നാട്ടിൽ പെരുകുന്നില്ലേ? ഇതാണോ ക്രിസ്മസ്? എന്താണ് യഥാർത്ഥ ക്രിസ്മസ്? ഞാൻ നിങ്ങളോടൊപ്പം ചില മിനിറ്റുകൾ എന്താണ് ക്രിസ്മസ് എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ നല്ല മനസ്സുകളിൽ ആലേഖനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിലപ്പെട്ട ശ്രദ്ധയെ ചില മിനിറ്റുകളിലേക്ക് എന്റെ ചെറിയ പ്രമേയത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ സ്വരൂപപ്രകാരം തന്റെ സാദൃശ്യത്തിൽ മണ്ണുകൊണ്ട് മനോഹരമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി അവനെ തീർത്ത് ഏതേനെന്ന് അറിയപ്പെടുന്ന ആ തോട്ടത്തിൽ അവനെ ആക്കി. അവനെ ആക്കുന്നതിന് മുമ്പ് അവന് എന്തൊക്കെ വേണമോ അതെല്ലാം അവിടെ സൃഷ്ടിച്ചാക്കിയതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ ഏതേനിലാക്കിയത്. നമുക്കറിയാം, ദൈവം ചില കൽപ്പനകൾ അവന് കൊടുത്തു. എന്ന ഏതേനിൽ രൂപം മാറി മറ്റൊരാൾ വന്നു. അതാണ് സർപ്പത്തിന്റെ രൂപത്തിൽ പിശാച് ഏതേനിൽ വന്നു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. എന്താണ് അകറ്റിയത്? നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ തോട്ടത്തിൽ വന്ന ആദം ഹവ്വ ദമ്പതികളിൽ അവയോട് ചോദിക്കുന്നു, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഈ പഴം തിന്നരുതെന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? കൽപ്പിക്കുക, തിന്നരുതെന്ന് പറയുക മാത്രമല്ല, തൊടുക പോലും അരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. പറയുകയാണ്, അയ്യോ, നീ അത് കഴിച്ചാലേ പോലെയാകും. ആദമിന്റെ ഹവ്വയുടെ ഉള്ളിൽ ഒരു സംശയം. ദൈവത്തെ സംശയിച്ചു. അവർ പിശാചിനെ വിശ്വസിച്ചു, സാത്താനെ വിശ്വസിച്ചു.
മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു, പിശാചിന്റെ അടിമത്വത്തിലേക്ക് പോയി. നമുക്കവിടെ കാണാൻ കഴിയുന്നത്, പലരും പറയാറുണ്ട് ഒരു പഴം കഴിച്ചതിൽ ആണ് മനുഷ്യനൊക്കെ തെറ്റിപ്പോയി. അല്ല, ഒരു പഴം കഴിച്ചതല്ല വിഷയം. ദൈവത്തെ അവിശ്വസിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവത്തെ അകന്ന് പിശാചിന്റെ അടിമത്വത്തിലേക്ക് മനുഷ്യൻ പോയതാണ് ഏദേനിലെ പാപം. ദൈവം അവനെ വിട്ടകന്നു, അവൻ ദൈവത്തെ വിട്ടകന്നു, അവൻ പാപത്തിനടിമയായി, അവൻ ഏതേനിൽ നിന്ന് പുറത്തായി, ഇരുട്ടിൽ ആണ്ടുപോയി. അങ്ങനെ മാനവകുലം ഒന്നിച്ച് പൈശാചിക അടിമത്വത്തിലേക്ക് ആണ്ടുപോയി. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിൽ പരന്നിരിക്കുന്നു. എല്ലാ മതങ്ങളും എല്ലാ ഇസങ്ങളും പറയുന്ന ഒറ്റ കാര്യമുണ്ട്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്. നോക്കൂ, ഞാൻ പറയുന്നു, എബലൂസിന്റെ കുത്തേൽക്കാത്തവൻ ഈസാ നബി മാത്രം. അർത്ഥം, സകല മനുഷ്യരും എബലൂസിന്റെ കുത്ത്, പാപത്തിന്റെ കുത്ത്, പാപമേറ്റവൻ. നമ്മൾ കേട്ടുകൊണ്ടുവരുന്ന വളരെ മനോഹരമാകുന്ന ഒരു പ്രഭാത ഗീതമുണ്ട്. തമസോമ ജ്യോതിർഗമയ. തമസിലാണ്, ഇരുട്ടിലാണ്, പാപത്തിലാണ് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാൽ, അതിന്റെ അർത്ഥം മാനവകുലം മൊത്തം പാപത്തിലാണ്. ഈ പാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ മനുഷ്യൻ കാലാകാലങ്ങൾ കൊണ്ട് യജ്ഞം നടത്തുന്നുണ്ട്. മതങ്ങൾ പറയുന്നു, നീ പുണ്യസ്ഥലത്ത് പോയി പുണ്യനദി കുളിച്ചാൽ നിനക്ക് മോക്ഷം കിട്ടും. അതുകൊണ്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് എത്രയോ പുണ്യസ്ഥലങ്ങൾ പോകുന്നു, വർഷാവർഷം പോകുന്നു, വർഷാവർഷം കുളിക്കുന്നു, വർഷാവർഷം പാപമോചനം നടത്തുന്നു. എന്തിനാണ്? ഒരു വർഷം മാത്രം നടത്തിയാൽ പോരെ? അല്ല, എല്ലാ വർഷവും നടത്തണം. അവർക്ക് ബോധ്യമുണ്ട്, എല്ലാ വർഷവും പോയാൽ മാത്രമേ പുണ്യം കിട്ടൂ. കാരണം പാപത്തിൽ നിന്ന് മുക്തി നേടിയെങ്കിൽ ഒരിക്കൽ പോയാൽ മതി, പിന്നെ പോകേണ്ട ആവശ്യമില്ല. വ്യക്തമാണ്, പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല. ഇങ്ങനെ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം ഒരുക്കിയ മഹാരക്ഷാ പദ്ധതിയാണ് യേശു ക്രിസ്തു. അതെങ്ങനെ സാധ്യമാണ്? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ കന്യകാമറിയമെന്ന മാതാവിന്റെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ഇറങ്ങിമെന്ന് പറയുന്ന ഒരു മനോഹരമായ വേദസൂക്തമുണ്ട്. നിനക്ക് ഒരു മകൻ ജനിക്കും, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കവുണ്ട്, അവന് യേശു എന്ന് പേരിടണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വന്നിട്ടില്ല. മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ജനനത്തിന് മുമ്പ് സ്വർഗത്തിലെ മാലാഖ ഇറങ്ങി പരിചയപ്പെടുത്തുന്നു. അവൻ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കവുണ്ട്, അവൻ യേശു എന്ന് പേരിടണം. നോക്കൂ, യേശു സ്വർഗോന്നതി വെടിഞ്ഞ്, ദൈവ ആരാധന വെടിഞ്ഞ്, തേജസ് വെടിഞ്ഞ് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ഓർത്തുകൊള്ളുകാതെ ദാസരൂപത്തിൽ മനുഷ്യവേഷമെടുത്ത് ഇതാ ആ മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി ഈ താണഭൂമിയിൽ ആ കാലിത്തൊഴുത്തിൽ വഴിയമ്പലത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് അവൻ കാലിത്തൊഴുത്തിൽ കിടത്തേണ്ടി വന്നു. എന്തിനു വേണ്ടി സഹോദര? യേശു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യൻ രക്ഷിപ്പാൻ. മറ്റു ഒരു മതത്തിനും മറ്റു ഒരു മാർഗത്തിനും മനുഷ്യൻ രക്ഷിപ്പാൻ. എങ്ങനെയാണ് യേശു മനുഷ്യൻ രക്ഷിച്ചത്? ഞാൻ നിങ്ങളോട് തന്നെ പറയാം. എങ്ങനെയാണ് മനുഷ്യൻ രക്ഷിപ്പാൻ യേശു കർത്താവിന് കഴിയുന്നത്? നോക്കൂ, യേശു കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ അടുക്കലേക്ക് വന്ന അനേക ആയിരങ്ങളെ, രോഗികളെ സൗഖ്യമാക്കി, ഭൂതം ബാധിച്ചതിനെ വിമുക്തമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതാണോ രക്ഷ? അല്ലേ അല്ല, അതല്ല രക്ഷ. പലരും ഇന്ന് ആശ്രയിക്കുന്നത് രോഗസൗഖ്യത്തിനാണ്. പലരും ഇന്ന് ആശ്രയിക്കുന്നത് അവരുടേതാകുന്ന
ജീവിതത്തിന്റെ ആവശ്യത്തിന് ഉള്ള ഒരു യേശുവിനെ അല്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര, യേശു കടന്നു വന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം നമ്മളെ രോഗത്തെ സൗഖ്യമാക്കുകയല്ല, നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുകയില്ല, നിന്റെ ആത്മാവിനെ രക്ഷിക്കുക എന്ന പരമമായ ഉദ്ദേശം സാധ്യമാക്കുവാനാണ് യേശു ഈ ദാനഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതിനെന്താണ് അത് പ്രകാരമാണ് സാധ്യമാക്കിയത്? ഞാൻ നിങ്ങളോട് തന്നെ സംസാരിക്കാം. അല്പസമയം ശ്രദ്ധിക്കൂ സഹോദര സഹോദരി. യേശു വളരുകയാണ്. യേശു 30-ാം വയസ്സിൽ തന്റെ ഐഹിക ശുശ്രൂഷ ആരംഭിക്കുന്നു. 33-ാം തിരുവയസ്സിൽ യേശു കർത്താവിനെ അന്നത്തെ യഹൂദ സമൂഹം, യഹൂദ പൗരോഹിത്യം, യഹൂദ നേതാക്കന്മാർ യേശുവിനെ പിടിക്കുന്നു. യേശുവിനെ കുറ്റം ചുമത്തി അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ യേശുവിനെ നിർത്തുന്നു. 5 കോടതിയിൽ 7 വട്ടം വിസ്തരിച്ചിട്ടും അന്നത്തെ റോമൻ കോടതി പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, മരണകരമായ ഒന്നും അവൻ ചെയ്തിട്ടില്ല. മരണകരമായ ഒന്നും ചെയ്യാത്ത യേശുവിനെ എന്തുകൊണ്ട് റോമൻ ഗവൺമെന്റ് കുരിശിൽ കയറ്റി വധശിക്ഷ നടത്തി? അല്ലയോ സഹോദര സഹോദരി, ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയായിരുന്നു. ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പാപമില്ലാത്തവനെ സ്വർഗീയ കോടതി നമുക്ക് വേണ്ടി പരമയാഗമാക്കുകയായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം വായിക്കാൻ കഴിയുന്നു, നമ്മുടെ പാപം അവന്റെ തോളിൽ ആയി, അവന്റെ ചുമലിൽ ചുമത്തപ്പെട്ടു. നമ്മുടെ പാപം വഹിച്ച് യേശു ക്രൂശിൽ കയറി. നമ്മുടെ മാനവകുലത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് മാനവകുലത്തിന് ഏതേനിൽ വന്ന് ഭവിച്ച് ദൈവത്തിൽ അകന്ന് ഇരുട്ടിലാണ്ട്, അതുപോലെ തന്നെ മരണത്തിന് കീഴ്പ്പെട്ട് വല്ലാതെ ഇരുട്ടിലാണ്ടുപോയ മനുഷ്യകുലത്തിന്റെ പാപം മൊത്തവും യേശു തന്റെ ചുമലിൽ വഹിച്ച് നമുക്ക് വേണ്ടി പരമയാഗമാകുവാൻ അവൻ കാൽവരി ക്രൂശിൽ കയറുകയാണ്. നോക്കു സഹോദര, യേശു കർത്താവ് 2 കള്ളന്മാരുടെ മുമ്പിൽ, 2 കള്ളന്മാരുടെ ഇടയിൽ അവൻ നമുക്ക് വേണ്ടി ഒരു മഹാപാപിയെ പോലെ ഇതാ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമാവുകയാണ്. യേശു എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ വിളിച്ച് പ്രാണനെ വിടുകയാണ്. യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്നു. യേശുവിന്റെ മൃതശരീരത്തെ അന്നത്തെ മന്ത്രിയായിരുന്ന യോസേഫ് എന്ന മകൾ വ്യക്തി വാങ്ങി തനിക്കായി ഒരുക്കപ്പെട്ട ആ മഹനീയമാകുന്ന കല്ലറയിൽ സംസ്കരിക്കുന്നു. യേശു ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് നാം കാണുന്നത് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാനവകുലത്തിൽ വന്ന് ഭവിച്ച പാപം യേശു വഹിച്ചു. അവൻ ക്രൂശിൽ കയറി പരമയാഗമായി. മാനവകുലത്തിൽ പാപത്തിലൂടെ വന്ന മരണം താൻ വഹിച്ച് അവൻ കല്ലറയിൽ അടക്കപ്പെട്ട്, ഹേ മരണമേ നിന്റെ ജയം അവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് അവൻ പുറത്തു വന്നു. ഇതാണ് ഉയർപ്പ്. അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒറ്റ പ്രയോജനമേ ഉള്ളൂ. ആ രക്ഷകനാകുന്ന കർത്താവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച മാനവകുലത്തിന്റെ രക്ഷകൻ താങ്കളുടെ ഉള്ളിലേക്ക് വന്നാൽ താങ്കളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം അവിടെ സംഭവിച്ചു. ആ കർത്താവ് താങ്കളുടെ ജീവിതത്തിൽ വന്നാൽ താങ്കളുടെ മരണം താങ്കളെ വിട്ട് മാറിപ്പോകും. ഇന്ന് വരെ മനുഷ്യൻ മരണത്തെ നീക്കാൻ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തി, ഒന്നും വേണ്ട. ആ യേശു താങ്കളുടെ ഉള്ളിലേക്ക് വന്നാൽ താങ്കളുടെ മരണം മാറും. ആ യേശു താങ്കളുടെ ജീവിതത്തിലേക്ക് വന്നാൽ താങ്കളുടെ പാപം മാറി താങ്കൾ ഒരു